ഒരു അടിപൊളി കാഴ്ച. എടോ CPM-കാരാ, നിന്റെ PM ശ്രീ ചവറ്റുകുട്ടയിലിടുമെന്ന് പ്രഖ്യാപിച്ച വേങ്ങരയിലെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ്. നിങ്ങൾ ആ ഒപ്പിട്ട കടലാസ് കീറിയ അറബിക്കടലിലോ ചവറ്റുകൊട്ടയിലോ ഇനി ബംഗാൾ ഉൾക്കടലിലോ നിക്ഷേപിക്കാനുള്ള തടസ്സം എന്താണ്? നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ, RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ജയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അറബിക്കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSS-ഉമായിട്ട് ഞങ്ങൾ സന്ധി ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ അണികൾ RSS ആരുടെ ഈ NEP-യുടെ അടിയിൽ ആ താമ്രപത്രത്തിൽ ഒപ്പിടാൻ പോവാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പൊളിറ്റിക്സ് ആണ് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്? UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീയുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് കേൾക്കാം. ഒരു അടിപൊളി കാഴ്ച. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും. ഉറപ്പായിട്ടും അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്.